ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും മോളും കൂടി ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ അന്ന് സാധിക്കാൻ പോണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ ഹെയർ വന്നിട്ട് കുറച്ച് വേവി ആയിട്ടുള്ളൊരു ഹെയറാണ്. അപ്പോൾ എനിക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഹെയർ കിടക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിറ്റൂരുള്ള ഫ്യൂഷൻ ബ്യൂട്ടി പാർലറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പരിചയം നമ്മുടെ വീടിൻ്റെ അവിടെ അടുത്താണ് കേട്ടോ ചേച്ചിയുടെ വീട്. അപ്പോൾ നമുക്ക് നല്ല പരിചയമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടേക്കാണ് എപ്പോഴും പോവാറ് കേട്ടോ. അങ്ങനെ ഞാൻ ഹെയർ ഒന്ന് ബോട്ടെക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്താൽ നമ്മുടെ ഹെയർ വന്നിട്ട് നല്ല മാനേജബിൾ ആയിരിക്കും, ഷൈനിങ് ആയിരിക്കും, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണമെന്ന് എനിക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കിടക്കുന്ന ഞാൻ കുറേ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറൊക്കെയാണ് കേട്ടോ. ഇത് വന്നിട്ട് ആൽബിയാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ അവരിനെ എനിക്ക് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇവിടേക്കാണ് വരാറ് കേട്ടോ. മോൾക്ക് ഹെയർ കട്ട് ചെയ്യാനൊക്കെ ഇങ്ങോട്ടാണ് വരാറ്. അങ്ങനെ നമ്മുടെ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വന്നതും ഹെയർ ഒന്ന് വാഷ് ചെയ്യും കേട്ടോ. ഹെയറൊക്കെ വാഷ് ചെയ്ത് അതിന് ശേഷമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊസീജിയറൊക്കെ കുറച്ച് എന്താ പറയുക, കുറേ സമയം എടുത്തിട്ടോ അത് ചെയ്യാനായിട്ട്. ഒരു ദിവസം വേണം. ഞാൻ 10 മണിക്ക് ഞാൻ വന്നു കേട്ടോ. 10 മണിക്ക് വന്നിട്ട് വൈകിട്ട് 5 മണിയായിട്ട് വീടെത്താനായിട്ട്. പിന്നെ അമ്മ കടയിലുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഷോപ്പൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ ഷോപ്പ് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും മോളും കൂടിയാണ് വന്നത്. അപ്പോൾ ഇരുന്നിരുന്ന് മതിയായിട്ടോ. ഒരു വഴിയാവും, ഒരു ദിവസം തന്നെ വേണ്ട നമുക്കിത് ചെയ്യാനായിട്ട്. ഇത് വന്നിട്ട് മുടിക്ക് നല്ല എന്താ പറയുക, നല്ലതാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഡാമേജൊക്കെ നമ്മൾ ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്, പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ കിട്ടില്ല, അതേപോലെ തന്നെയാണ് ഇതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കുള്ള പാർലറാണ് കേട്ടോ. കുറേ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നെയ്ബറാണെന്ന് പറഞ്ഞില്ല, ഇവിടുത്തെ ഓണർ വന്നിട്ട് ആ ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർക്ക് പാലക്കാടും ഒരു പാർലർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെയാണ് ചേച്ചി ഉള്ളത്. അങ്ങനെ നമ്മുടെ ഹെയർ ഇപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ചെയ്യാണ് കേട്ടോ. പിന്നെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ബോട്ടോക്സ് ചെയ്യാനുള്ള ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ആ ഹെയറൊക്കെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് ഇരുന്നിരുന്നൊരു വഴിയായി. പിന്നെ മോള് വന്നതുകൊണ്ട് അവൾ വീഡിയോ ഒക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കണ്ടില്ല, എൻ്റെ ഹെയർ കണ്ടാൽ അറിയാം വേവി ആയിട്ടുള്ള ഹെയറാണ്, സ്ട്രെയിറ്റ് അല്ല കേട്ടോ. ഒരുമാതിരി എനിക്കിഷ്ടമല്ല കേട്ടോ ഈ ഹെയറിൻ്റെ സ്ട്രക്ചർ. പക്ഷേ എല്ലാവർക്കും എൻ്റെ കേളി ആയിട്ടുള്ള ഹെയറാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ എനിക്ക് എന്തോ ഇഷ്ടമല്ല. ഇതും എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ട് ചെയ്യാൻ കേട്ടോ. വീട്ടിൽ ആർക്കും ഇങ്ങനെ ചെയ്യാനൊന്നും അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ. ഏട്ടനാണെങ്കിലും വലിയ താല്പര്യമില്ല. അമ്മയും കുറേ ചീത്ത പറഞ്ഞു കേട്ടോ. ആവശ്യമില്ലാതെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഹെയറാണ് നല്ലത്. അതാണെങ്കിൽ കുറച്ചുണ്ടെങ്കിലും കുറച്ച് അധികം ഉള്ള പോലെ തോന്നിക്കും. അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി കുറച്ച് മുടിയുള്ള പോലെയല്ലേ ഇരിക്കുള്ളൂ. അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു. പക്ഷേ ഞാൻ അതൊന്നും ചെവിക്കൊണ്ടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഹെയർ ഇങ്ങനെ സ്മൂത്തായി ഷൈനിങ് ആയിട്ട് ഇങ്ങനെ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ട് ആ ട്രീറ്റ്മെൻറ്റൊക്കെ അതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൊസീജിയർ കണ്ടില്ലേ, ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് മുടിയെടുത്ത് എല്ലാ മുടിയിലും ഇതുപോലെ ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് 1 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം വാഷ് ചെയ്യാണ്ട് തന്നെ അയണിങ് ചെയ്യും കേട്ടോ. വാഷ് ചെയ്യാണ്ട് തന്നെ അയണിങ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഇത് കണ്ടില്ലേ, ക്രീം അപ്ലൈ ചെയ്ത ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമില്ലേ, ഇങ്ങനെ നമ്മൾ കവർ ചെയ്യുന്ന സാധനം, അതിൽ നമ്മുടെ ഹെയർ അങ്ങനെ കവർ ചെയ്ത് വെക്കും കേട്ടോ. ഇത് വെച്ചിട്ട് എത്ര നേരം എന്നറിയോ, 1 മണിക്കൂർ 1.5 മണിക്കൂർ കേട്ടോ. 1.5 മണിക്കൂർ അങ്ങനെ ഇരുന്നു കേട്ടോ. ഇരുന്നൊരു വഴിയായി. അനങ്ങാനും പാടില്ല, അതൊന്നും വളയാനൊന്നും പാടില്ല. അങ്ങനെ 1 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴേക്കും ഉറക്കം വന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ ഉറക്കം തൂങ്ങി വീണു. അങ്ങനെ ഭയങ്കര ടയേർഡ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും പണി ചെയ്താലും കൂടി ഇത്ര ടയേർഡാവില്ല. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര ടയേർഡാണ് കേട്ടോ. ഇരുന്നൊരു വഴിയായി. അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഞാനും മോളും കൂടി കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ കുറേ കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹെയർ കട്ടിനും എല്ലാത്തിനും. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ഷോപ്പിലാണെങ്കിൽ അമ്മയായിരുന്നല്ലോ. അപ്പോൾ ഇടയിൽ കസ്റ്റമറൊക്കെ വന്നപ്പോൾ അമ്മ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ള കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചു. ഭരണിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ ഇടയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ബ്യൂട്ടി പാർലർ. പിന്നെ അതിന് ശേഷം അവർ നമുക്ക് ജ്യൂസൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജ്യൂസ് വാങ്ങിച്ചു. പിന്നെ മോളാണെങ്കിൽ ഷെയ്ക്ക് മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ ഷെയ്ക്കും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊന്നും ഇല്ല കേട്ടോ, ഫുഡൊന്നും നമ്മൾ കഴിച്ചില്ല. അതിന് പകരം നമ്മൾ ജ്യൂസും ഷെയ്ക്കൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അതാ നമ്മുടെ 1.5 മണിക്കൂറായപ്പോൾ അതാ എല്ലാവരും കൂടി അയണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. വാഷ് ചെയ്യാണ്ട് തന്നെയാണ് അയണിങ് ചെയ്യണത്. അപ്പം ബോട്ടോക്സിൽ അങ്ങനെയാണ് അത്ര ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ അയണിങ് ചെയ്തതാണ് കേട്ടോ, അയണിങ് ചെയ്തതാണ്. അപ്പോൾ അയണിങ് ചെയ്ത ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഹെയർ മാസ്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാണ്. അപ്പോൾ ഇതാ ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഇത്. ലാസ്റ്റ് സ്റ്റെപ്പ് പറയുമ്പോൾ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തു, പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞു, പിന്നെ അതിന് ശേഷം സ്ട്രൈറ്റനിങ് ചെയ്തു, പിന്നെ അതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് നന്നായി ഹെയർ മാസ്ക് ഇട്ടിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് വെച്ച ശേഷം പിന്നെ അങ്ങനെ വാഷ് ചെയ്തു. പിന്നെ അതാണ് ഹെയർ ഡ്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് പ്രൊസീജിയറാണ്. അപ്പോൾ ഇനി ഹെയർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയ ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞിട്ടേ വാഷ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതും വരെ നമ്മൾ ഹെയർ കെട്ടാനോ ടൈ ചെയ്യാനോ ഒന്നും പാടില്ല, നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഇടണം. അപ്പോൾ 3 ദിവസം ഞാൻ ഹെയർ ഫ്രീ ആയിട്ട് തന്നെ ഇട്ട് വീട്ടിൽ അങ്ങനെ ഇരിക്കേണ്ടി വരും കേട്ടോ. കെട്ടി വയ്ക്കാൻ ഒന്നിനും പറ്റില്ല എന്നാണ് പറഞ്ഞത്. 3 ദിവസം കഴിഞ്ഞ് ഒരു വാഷും കൂടി കഴിയണം. ഷാമ്പൂ ഇട്ട് കഴുകി പിന്നെ അവരൊരു മാസ്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഹെയർ നമുക്ക് കെട്ട് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹെയർ നമ്മുടെ എങ്ങനെയാണ് ആയിരിക്കണത്. നല്ല സ്ട്രൈറ്റായി കിടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത്ര സ്ട്രൈറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവർ പറഞ്ഞു ഇനി 2 വാഷ് കഴിഞ്ഞാൽ അത് കറക്റ്റ് സെറ്റ് ആവുള്ളൂ, നോർമൽ നാച്ചുറൽ ഹെയർ ആയിട്ടിരിക്കുള്ളൂ, അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ലാസ്റ്റ്. ഞാൻ പിന്നെ വീട്ടിലെത്തിയ ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ 5 മണിക്ക് വീടെത്തിയ ശേഷം പിന്നെ ഷോപ്പൊക്കെ അടച്ചു. പിന്നെ അതാ മെയിലൊക്കെ കഴുകി ഫ്രഷായി. അപ്പോൾ നമ്മുടെ ഹെയർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കേളി ഹെയർ മാറിയത് കൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അപ്പോൾ നാളെ വീട്ടുവിശേഷങ്ങളെയും അടുക്കള വിശേഷങ്ങളും എല്ലാം ആയിട്ട് ഞാൻ വരാം കേട്ടോ. ടാറ്റാ.